51,636 വോട്ടുകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കണ്ണൂരിൽ നിന്ന് ലഭിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് 89,000-ആയി ഉയർന്നു. ഇത്തവണ പരമാവധി വോട്ട് വിഹിതം ഉയർത്തുക എന്നതാണ് കണ്ണൂരിൽ ബി.ജെ.പി ലക്ഷ്യമിടുന്നത്. അതിനായി ബി.ജെ.പി ദേശീയ സമിതി അംഗം CK പത്മനാഭനെയാണ് പാർട്ടി കളത്തിലിറക്കിയിരിക്കുന്നത്. നമ്മുടെ കേരളത്തിന് നരേന്ദ്രമോദി സർക്കാർ വളരെ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ആയിരക്കണക്കിന് കോടി രൂപ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പല പദ്ധതികളിലുമായി മോദി സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണഭോക്താക്കളാണ് കേരളത്തിലെ ജനങ്ങൾ. അതിൻ്റെ ഗുണഭോക്താവാണ് കേരള സർക്കാർ കൂടി. അത്തരമൊരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് പൊതുവേയും നമ്മുടെ കണ്ണൂർ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തേക്ക് പ്രത്യേകിച്ചും നൽകുന്ന അലോട്ട്മെൻറ്റ്, പദ്ധതി വിഹിതങ്ങൾ, വികസന പ്രവർത്തനത്തിന് വേണ്ടി അനുവദിക്കുന്ന കോടാനുകോടി രൂപ പണം, അത് പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഇവിടെ ചെലവഴിക്കാൻ പറ്റുന്ന ഒരു വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ പ്രതിനിധിയായിട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ താമര ചിഹ്നത്തിൽ വോട്ടവകാശം രേഖപ്പെടുത്തി ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന കാര്യമാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത്. മണ്ഡലത്തിൽ ശക്തമായ സാന്നിധ്യമല്ലെങ്കിലും മുന്നണികളുടെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ SDPI വോട്ടുകളും ഏറെ നിർണായകമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDPI സ്ഥാനാർത്ഥി 19,170 വോട്ടുകളാണ് കണ്ണൂരിൽ നിന്ന് നേടിയത്. 2014 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച CK അബ്ദുൽ ജബ്ബാർ തന്നെയാണ് ഇത്തവണയും കണ്ണൂരിലെ SDPI സ്ഥാനാർത്ഥി. ഈ കഴിഞ്ഞ 5 വർഷത്തെ പാർട്ടിയുടെ വളർച്ചയും നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും ഞങ്ങൾ ഉയർത്തുന്ന യഥാർത്ഥ ബദലെന്ന മുദ്രാവാക്യവും മുൻനിർത്തി ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയം പ്രതീക്ഷിച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കണ്ണൂരിലെ വിജയം ഇത്തവണ LDFനും UDFനും അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ കാടിളക്കിയുള്ള പ്രചാരണമാണ് ഇരു മുന്നണികളും നടത്തുന്നത്. എന്തായാലും അന്തിമ വിജയം ആർക്കായാലും പക്ഷേ അതത്ര അനായാസമാവില്ല എന്നുറപ്പ്.